ഹായ് ചങ്ങായിമാരെ, പെരിന്തൽമണ്ണയിലെ മറ്റൊരു വിസ്മയം. ആ വിസ്മയമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിലെ പട്ടാമ്പി റോഡിന് മുന്താസ് ക്ലിനിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പുലാമന്തോൾ പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുമ്പോൾ പെരിന്തൽമണ്ണ ടൗൺ എത്തുന്നതിന് മുമ്പേ മുന്താസ് ക്ലിനിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ക്രൗൺ ഹോട്ടലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെ എന്തൊക്കെയാണ് വിശേഷം, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇക്കാക്കാനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരെ. അപ്പോൾ ഈ കാണുന്നതാണ് മുന്താസ് ക്ലിനിക്ക്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ ക്രൗൺ. ബോർഡ് നോക്കണ്ട, അവിടുത്തെ ഭക്ഷണം കഴിച്ച് നോക്കി അപ്പോൾ അറിയാം അവിടുത്തെ വിവരങ്ങളൊക്കെ. വണ്ടി നടുക്ക് വട്ടത്താക്കി പണിയുടെ തിരക്കിലാണല്ലേ? അതിന്റെ പ്രശ്നത്തിലാണ്. ഈ സൗണ്ട് എന്താ? അങ്ങനെ ശീലിച്ചതാണ്. നല്ല തിരക്കിലാണ് നമ്മളെ. കാക്കയുടെ പേര് പറഞ്ഞില്ല. വെറൈറ്റിയാണ്. ആ സൗണ്ടിനാണ് പൈസ. 300 കൊടുത്താൽ എന്താ? ആ ആദ്യ സൗണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു ചെമ്പ് പൊട്ടിച്ചത്, ഒരു ചെമ്പ് ദമ്മിൽ, മറ്റൊരു ചെമ്പ് ഉണ്ടാക്കുന്ന, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ രുചിയുള്ള, നിങ്ങൾക്കറിയാം, അടിപൊളി ബിരിയാണിയാണ് ഇവിടെ കിട്ടാൻ പോണത്. ഇനിയും നമ്മളെ വീഡിയോ കാണാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് നമ്മളോട് സഹകരിച്ച് കുട്ടൻ ബിരിയാണി തിന്ന് പോകാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, കേണു കൂന്ന് യാചിക്കുന്നു. എന്താ പറഞ്ഞ എന്റെ അമ്മ? നമ്മളൊരു മോനെ അറിയാതെ ആ കുത്തത്തില് വെള്ളാന്നും പറഞ്ഞിട്ട് മണ്ണെണ്ണ കുടിച്ചു. ഉറക്കത്തില് എണീറ്റിട്ടേ അത് മണ്ണെണ്ണ അവിടെ കടയിൽ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു. എടുത്ത് കുടിച്ചതിന്റെ എക്കോ ആണത്. എന്തേ പറഞ്ഞേ? ഞാൻ മണ്ണെണ്ണ കുടിച്ചു. തികച്ചും തമാശയോട് കൂടി വ്യത്യസ്തമായ ഒരു ബിരിയാണി കട നമ്മുടെ പട്ടാമ്പി റോഡിലെ മുന്താസ് ക്ലിനിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്കിവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കാം എന്താണ് അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയാണ്. അടിപൊളി. ബീഫാണോ ചിക്കനാണോ കഴിച്ചത്? ബീഫാണ്. രണ്ടും സ്പെഷ്യൽ തന്നെയാണ്. അതിലൊന്നും കൂടി ബെറ്റർ ബീഫാണ് അല്ലേ? എന്നും കഴിക്കാറുണ്ട് അവിടെ? വരും, കഴിക്കും. ആ പാടി. ഓ കാവാലയ്യ എന്നുള്ള പാട്ടാണ് പാടിയുള്ളത്. തികച്ചും ഇവിടെ വന്ന ഒരു കോമഡി തന്നെ കേട്ടോ. ഒന്നൊന്നര സംഭവമാണ്. ചങ്ങായിമാരെ ഇങ്ങോട്ട് വന്നോളി. എങ്ങനെയുണ്ട് ബിരിയാണി ഇവിടുത്തെ? അടിപൊളിയാണ്. ഒന്നും പറയല്ല. സൂപ്പറാണ്. അടിപൊളി. ബീഫാണോ ചിക്കനാണോ ഇഷ്ടം? ബീഫ് ബിരിയാണി കേട്ടോ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകത. ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണി തന്നെയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ഇപ്പൊ സമയം 11 മണിയാട്ടോ. 11 മണിക്കും ആളുകൾ വന്ന് തുടങ്ങുകയാണ്. പെട്രോള് കത്തണ മാതിരി അല്ലേ? ഇത് വിറകിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. സാധാ വിറകല്ലല്ലോ, കടഞ്ഞെടുത്ത വിറക്. വീട് പൊളിച്ച വിറകാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കണില്ല. പേടിയാ? എന്താ? അതെ അതെ. അവിടെ ഒരു ഐറ്റംസ് എടുത്ത് കരാട്ട അങ്ങനെ എടുത്തി, പിന്നെ നമുക്ക് തിരിഞ്ഞിട്ടില്ല അല്ലേ? ഒഴിവാക്കി. നമുക്ക് തീരുമ്പോ അറിയില്ല പറഞ്ഞു കഴിക്കുമ്പോൾ. മറ്റേ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല, കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പൊ ഓടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. തീർച്ചയായിട്ടും വിറകിൻ്റെതായ രുചി കാര്യങ്ങളൊക്കെ കൂടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ മസാല കൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഞാൻ തന്നെ അത് വിളമ്പരം ഉണ്ടാക്കലും പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അടുത്ത് പോയിട്ട് ഓരോ സഹായിക്കാൻ കൂടും. നമ്മൾ തന്നെ
മെയിൻ തന്നെ ഞങ്ങള്. അപ്പൊ മെയിൻ ആ സ്ഥാനം വേറെ ആർക്കും കൊടുക്കൊന്നുമില്ല. ഇല്ല ഇല്ല, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല. നോ എൻട്രി. ആ, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ കൂട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഈ കൈകറികള് നമ്മളങ്ങനെ നമ്മളെ ഒരു ഇതിലങ്ങനെ. എത്ര വർഷമായി ഇവിടെ? വർഷത്തിന്റെ കാര്യമാണെങ്കിൽ 30 കൊല്ലം 3 മാസമായി. 30 കൊല്ലം 3 മാസം കൃത്യമായ കണക്കാണ് അല്ലേ? അതാണ്. ഈ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ? നമ്മളെന്നെ എഴുതിണ്ടാക്കും, ഞാൻ തന്നെ പാടും. കാവാലമ്മ പാട്ട് നിങ്ങൾ പാടിയത് എഴുതി ഉണ്ടാക്കിയത്? മറ്റേ പാട്ടിനനുകരിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ആക്കല്ലേ. പാട്ട് നിങ്ങൾ പാടിയതാണ്? അതാണ് പറഞ്ഞത്. തള്ളിനൊരു കുറവുമില്ല കാക്ക. റെക്കോർഡില് ഇങ്ങനെ ആക്ഷൻ കാണിക്കല്ലേ മറ്റുള്ള പാട്ട് എഴുതിയും പാടിയതൊക്കെ നിങ്ങളാണ് അല്ലേ? അപ്പൊ ഇനിയും ഇത്ര നല്ല പാട്ടുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മാപ്പിള പാട്ടും കൂടി. ഏതാണ് അതൊന്ന് പാടിക്കാണ് ആ പാട്ട്? പാർസൽ കഴിഞ്ഞാൽ കാക്കാട് ഒരു അടിപൊളി അതിമനോഹരമായൊരു മാപ്പിളപ്പാട്ടുണ്ട്. ആ മാപ്പിളപ്പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. ഈ ദുനിയാവൊരു കളിയരങ്ങത്തെ കളിപ്പാട്ടങ്ങൾ, മുത്തേ നീ ചിറക് വലിക്കും മുത്തേ മുത്തേ മുത്തേ, മനസ്സു നിറച്ചും നിനക്കു സലാം, ഇഹത്തിലും പരത്തിലും ഒരുപോലെ മുത്തേ 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 മുത്തേ, ചിറക് വലിക്കും മുത്തേ. ഇനി പിന്നൊരവസരത്തിൽ പാടാം. ഓക്കെ. എങ്ങനെയുണ്ട് കാക്ക ഇവിടുത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ? നല്ല ഭക്ഷണം. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വരുന്നതാണ്. സ്ഥിരമൊന്നുമില്ല, ഇടക്കിടക്ക് വരും, ഫാമിലി ആയിട്ട് വരും. എവിടെ വീട് കുറച്ചാ പെരുന്തമണ്ണ വരുമ്പോ ഇവിടെ വരും. വീട് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടുന്നാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പെരുന്തമണ്ണ ഉണ്ടാവാറുണ്ട്. പക്ഷെ നല്ല ഫുഡാണ്. ഞാൻ ഫാമിലി ആയിട്ട് വരലുണ്ട്. ഇനിയിപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു പ്രയാസമുണ്ട്. എങ്കിലും സന്തോഷങ്ങളൊക്കെ പറഞ്ഞാൽ സപ്ലൈറൊക്കെ പറഞ്ഞാൽ അടുത്ത് പാർസൽ വേണമെങ്കിൽ പാർസൽ വരും. ഫാമിലിനെ വിടലാണ്. ചില സമയത്ത് ബിരിയാണി എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഇങ്ങോട്ട് വരും. 25 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാട്ടോ. ഫാമിലി ആയിട്ട് വരുന്ന ആളുകളാണ്.